പേരുണ്ട് ഭായി. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം ഇപ്പം നിങ്ങളിങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നൊരു ഭാഗ്യമാണ്. ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമയാണ്. ആ സിനിമ സംഭവിച്ചു, ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നൊരു ദൈവാനുഗ്രഹമാണ്. ഇതെല്ലാവർക്കും കിട്ടുന്നതല്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് മിമിക്രിയിൽ വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്നത് പോലെ മിമിക്രിക്കാരനാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കോമഡി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അതിപ്പം ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു അവാർഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു അത് പത്രക്കാർക്ക് തെറ്റുപറ്റിയതാണെന്ന്. കാര്യം മികച്ച കൊമേഡിയൻ ഷമീ തിലകൻ, മികച്ച വില്ലൻ ഞാൻ, കലാഭവൻ ഷാജോൺ. അവർ ചോദിച്ചാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണെന്ന് ചോദിച്ചു. വില്ലൻ ഷമീ തിലകനും കൊമേഡിയൻ ഷാജോൺ. ഞാൻ പറഞ്ഞു അല്ല, ഇതാണ് കറക്റ്റ്. കാരണം അതിനുള്ളൊരു സ്പേസ് ഇപ്പം സിനിമയിൽ ഇപ്പോൾ അത് നല്ലൊരു മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഷമീ ചേട്ടൻ മികച്ച കൊമേഡിയനുള്ളൊരു അവാർഡ് കിട്ടുന്നു, എനിക്ക് മികച്ച വില്ലൻ എന്നുള്ളൊരു അവാർഡ് കിട്ടുന്നു. കാര്യം ടൈപ്പ് ചെയ്ത് പോകാതെ നമുക്ക് എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ പറ്റുന്നു. അത് നല്ലൊരു മാറ്റം തന്നെയാണ്. പക്ഷേ ആ മാറ്റത്തിൽ നമ്മൾ ചെന്ന് ആ കറക്റ്റ് സ്പേസിൽ വരിക എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണ്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. കിട്ടിയാൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരുപാട് പേര് മിമിക്രി ഇന്ന് വന്നിട്ടുണ്ട്. ഇപ്പം സലിമേട്ടനൊക്കെ അതുപോലത്തെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്നെപ്പോലുള്ള മിമിക്രിക്കാരെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാനെങ്കിലും പലർക്കും തോന്നിയത്. അതുപോലെ മണിച്ചേട്ടൻ ഗംഭീരമായിട്ട് ചോട്ടാ മുംബൈയിലൊക്കെ വില്ലൻ വേഷം ചെയ്ത ആളാണ് മണിച്ചേട്ടൻ. തമിഴിലും ഒക്കെ പോയി കലക്കിയ ആളാണ് സലിമേട്ടൻ. അശോകൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ആകാശം എന്ന സിനിമയിൽ വളരെ നല്ലൊരു സീരിയസ് ആയിട്ടുള്ളൊരു വേഷം ചെയ്തിട്ടുണ്ട് അശോകൻ ചേട്ടൻ. അതുപോലെ ഇനിയും ഇപ്പോൾ ഉള്ള സുരാജ് ഇപ്പം അച്ഛനും മകനുമായിട്ട് ഗോഡ് ഫോർ സെയിൽ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. ഗംഭീര റിപ്പോർട്ട് കിട്ടിയതാണ്. സുരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും ഭായി. നല്ലൊരു ഡയറക്ടറെ കിട്ടിയ നല്ലൊരു റൈറ്ററും ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ആ സ്പേസിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നൊരു ദൈവാനുഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ 100% ആത്മാർത്ഥതയോടും സത്യസന്ധമായിട്ടും കൃത്യനിഷ്ഠതയോടും നിന്ന് കഴിഞ്ഞാൽ അതിനുള്ളൊരു സമയം വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മിമിക്രിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും നടനാവണമെന്ന് ആഗ്രഹമുള്ളവരോടാണല്ലോ എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ ആ രംഗത്ത് നമ്മൾ 100% ആത്മാർത്ഥമായിട്ട് നിൽക്കുക. നമ്മുടെ ഒരു സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ദൈവം നമ്മളെ ആ സ്പേസിലേക്ക് കൊണ്ടുവരും. പ്രോഗ്രാംസുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ മറ്റ് ഒരു ജോലിയുമില്ലാതെ അങ്ങനെ വേണമെങ്കിൽ പറയാം ഇരിക്കുന്ന ഒരുപാട് സീനിയേഴ്സായിട്ടുള്ള മിമിക്രിക്കാരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ പറയാൻ എനിക്കില്ല. അത് അർഹിക്കുന്നില്ലേ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ കഴിവുണ്ടായിട്ടും അവസരങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനൊക്കെ എന്താണ് അതിന് കാരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്നത് പോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലുള്ളൊരു ഭാഗ്യമായിരിക്കാം, ഒരു ദൈവാനുഗ്രഹം. ഇതെല്ലാം ഒത്തുവരുമ്പോഴല്ലേ ഒരു കലാകാരൻ്റെ സമയം തെളിയുമെന്ന് പറയുള്ളൂ. പക്ഷേ മിമിക്രിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മിമിക്രി ഇപ്പം ഉള്ള മിമിക്രിക്കാരെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കലാഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടീമാണ്. നമ്മുടെ ചിന്ത മുഴുവൻ ആ ട്രൂപ്പിനെ കുറിച്ചാണ്. ആ ട്രൂപ്പിനൊരു ചീത്തപ്പേരുണ്ടാവരുത്. ആ ട്രൂപ്പിന് നമ്മൾ കലാഭവനിലെ ആർട്ടിസ്റ്റുകളാണ്. അപ്പം നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ കുറിച്ച് ആർക്കും ഒരു ഇത് പറയരുത്. അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ അതല്ല. ഈ റിയാലിറ്റി ഷോ കൊണ്ടുള്ള ഗുണവും ദോഷവും ഉള്ളതാണ്. ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ഫേമസാണ്. കാരണം ഒരു റിയാലിറ്റി ഷോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഫേമസാണ്. പിന്നെ അവരുടെ സ്വന്തം പേരിൽ അങ്ങ് പ്രോഗ്രാം പിടിക്കുക. അവർക്ക് വേറൊരാളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം കിട്ടിയാൽ മറ്റന്നാളൊരു പറഞ്ഞു നീ ഫ്രീ ആണോ, അല്ല ഓക്കെ, അയാളെ കെട്ടിയത് വേറൊരാളെ വിളിക്കുന്നു, അയാളും ഇല്ല വേറൊരാളെ വിളിക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേജിൽ അവരായിരിക്കില്ല, വേറെ ടീമായിരിക്കും ഇവർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരുമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇൻറ്റിമസി കുറവുണ്ട് എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. കാരണം എല്ലാവരും അത് ഫേമസ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ടുള്ള ഗുണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിലെ റിയാലിറ്റി ഷോയിൽ വിന്നേഴ്സ് വരുമ്പം ഇവരെയും ജനം മറക്കുകയാണ്. പിന്നെ അവരുടെ പുറകെയാണ് പോകുന്നത്. പിന്നെ അതിനടുത്ത് കഴിഞ്ഞാലും പിന്നെ ഇവരും ഇങ്ങനെ വരും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഫേമസ് ആയി വന്ന് കഴിയുമ്പോൾ ഒരു പ്രതിഫലവും കാര്യങ്ങളൊക്കെ ഭീകരമായിരിക്കുകയും അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ടീം വരുമ്പോൾ പിന്നെ ഇവർക്ക് ഈ പ്രതിഫലം കിട്ടില്ല. പിന്നെ അവർക്കൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും ഒക്കെയാണ്. അതിനിടയ്ക്ക് 1-2 പേരൊക്കെയാണ് ഈ പറയുന്നത് പോലെ മറ്റു മേഖലയിലോട്ടൊക്കെ വന്നിട്ടൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പം ഇതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്തായാലും നമ്മൾ ഉള്ളിടത്തോളം കാലമൊക്കെ നന്നായിട്ട് നല്ല പേരുണ്ടാക്കി തന്നെ പോകാൻ ശ്രമിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൂട്ടായ്മയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനങ്ങനെ ഒരുപാട് സിനിമകളിൽ ഓടി നടന്ന് അഭിനയിക്കുന്ന ആളൊന്നുമല്ല. എങ്കിലും മെയിൻ സിനിമകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ദിലീപേട്ടൻ്റെ സിനിമകളിലാണെങ്കിലും ഞാൻ മിക്ക സിനിമകളിലും ഉണ്ടാവും. ഇപ്പോൾ ഈ അടുത്ത് ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിലും മമ്മൂക്കയുടെ കൂടെയൊക്കെ ആണെങ്കിലും ഒക്കെ സിനിമകളിലൊക്കെ ഉണ്ട്. കൂട്ടായ്മ എന്നുള്ളതല്ല, നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കൂട്ടായ്മ ഫീൽ ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിംഗ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാം ഒരു ടീമാണെന്നുള്ളൊരു ഫീൽ തോന്നും.
കാര്യം പ്രത്യേകിച്ച് റാഫിക്ക ഒരു സീനിയർ മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും അതിൻ്റെ ഒരു പ്രത്യേക ഇഷ്ടവും റാഫിക്കയ്ക്ക് നമ്മളോടുണ്ട്. പിന്നെ ദിലീപേട്ടൻ, തീർച്ചയായിട്ടും ദിലീപേട്ടൻ മിമിക്രിക്കാരെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, മിമിക്രിക്കാരെ ഒരുപാട് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ടീമുണ്ട്. പിന്നെ ഇപ്പം ഈ സിനിമയിൽ സുരാജുണ്ട്. അപ്പം എല്ലാവരും കൂടിയിരിക്കുമ്പോൾ പഴയ തമാശകളൊക്കെ പറയാം. റാഫിക്ക് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ തന്നെ ഈ ഒരു വിഷയം തന്നെ ഞങ്ങൾ സംസാരിച്ചതാണ്, പഴയ കൂട്ടായ്മയെക്കുറിച്ചും ഇപ്പോഴുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചും. ഇപ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ സംസാരിച്ചാണ്. അപ്പം ദിലീപേട്ടനൊക്കെ പറഞ്ഞ് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് രാത്രി ആയി കഴിയുമ്പം പാക്കപ്പ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ എല്ലാവരും റൂമിൽ പോയി എല്ലാവരും ഫ്രഷ് ആയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു റൂമിൽ ഒത്തുകൂടുന്നു, ഭയങ്കര തമാശ കളി കാര്യങ്ങൾ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പിറ്റേ ദിവസമുള്ള സീനിനെ കുറിച്ചൊക്കെ. അതിനകത്ത് ഡയറക്ടർ ഉണ്ടാവും, അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവും, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, ഈ ആർട്ടിസ്റ്റുകൾ തന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതൊരു രസമാണ്. പിന്നെ പിറ്റേ ദിവസം വരുമ്പം സീനൊക്കെ എടുക്കാൻ എളുപ്പം. പക്ഷേ ഇപ്പോൾ അതുണ്ടാവുന്നില്ല. കാര്യം ഇപ്പോൾ ഈ ലാപ്ടോപ്പും മൊബൈലും മറ്റതും മറിച്ചൊക്കെ വന്നുകൊണ്ട് തന്നെ സെറ്റിൽ തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാൻ സമയമില്ല. മിക്കവരും 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി അപ്പോൾ വാട്സപ്പും അതൊക്കെ ഓൺ ചെയ്ത് അതിനകത്തോട്ടിരിക്കുന്നു, അവരൊരു ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല അവരുടെ ശരി അതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവരോട് നിങ്ങൾ 10 മിനിറ്റ് കിട്ടുമ്പോൾ നമ്മളോട് സംസാരിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അതിന് ഇഷ്ടമുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ നമുക്കൊരു സെറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് എവിടെ ഇരിക്കുന്നത്, എവിടെ പോവാം, എവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ചുമ്മാ ഓരോ തമാശകൾ ഇങ്ങനെ ഇട്ട് തരും. പിന്നെ നമ്മൾ അതിനെ ചുവട് പിടിച്ച് പയ്യെ കയറി പോയാൽ മതി. മനസ്സിലായില്ലേ? നമുക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് തമാശകൾ. അത് ഏത് തമാശകളൊന്നുമല്ല, എല്ലാ തമാശകളും നമ്മൾ പറയാം. അതൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യും. ഇക്കയ്ക്ക് അറിയുന്നുള്ള തമാശകൾ ഇങ്ങോട്ട് പറയും. ലാലേട്ടനും അതുപോലെ തന്നെയാണ്. ലാലേട്ടനും ഇപ്പോൾ വന്ന് വേണുചേട്ടനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇവർ പറയുമ്പോഴേ ഭരതം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഒക്കെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നമ്മൾ കിടുങ്ങി പോകും. നമുക്കൊന്നും ഇനി ഒന്നും സ്വപ്നം കാണാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെയൊക്കെ ആ സമയത്ത് ഗ്രൂപ്പ് ഒരു സിനിമ എഴുതുന്നു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇവരൊക്കെ തന്നെ ആയിരിക്കും അവിടെ. അമ്മയായിട്ടൊരു പൊന്നമ്മ ചേച്ചി തന്നെ ആയിരിക്കും, പെങ്ങളായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ട്, അച്ഛൻ, അമ്മ, മറ്റേ വേണുചേട്ടൻ, ഒടിയൂരുണ്ട് കൃഷ്ണൻ ചേട്ടൻ, ശങ്കരാടി ചേട്ടൻ, ഇവരൊക്കെ തന്നെ ആയിരിക്കും അവിടെ. മനസ്സിലായില്ലേ? വീണ്ടും കാണുന്നൊരു കുടുംബമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് നല്ല മാറ്റങ്ങളാവട്ടെ, സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന മാറ്റങ്ങളാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.